രണ്ടാമത്തെ കാര്യം 440 കോടി രൂപയാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് വേണ്ടി മാത്രം തന്നിരിക്കുന്നത്. 15 തിരുവനന്തപുരം ഡിവിഷന്റെ അകത്തുള്ള റെയിൽവേയുടെ വികസനത്തിന് വേണ്ടിയിട്ട് 500 കോടി രൂപ വീണ്ടും തന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. അപ്പോൾ തിരുവനന്തപുരത്തിന്റെ വികസനത്തിൽ ഇവിടുന്ന് ജയിച്ചു പോയ MPയെക്കാളിലും ഇവിടെ ജയിച്ചിരുന്ന MPമാരെക്കാളിലും ഒക്കെ കോൺട്രിബ്യൂഷൻ തന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര സർക്കാരാണ്. തിരുവനന്തപുരത്തിന്റെ മാത്രമല്ല, എറണാകുളത്ത് ആയിക്കോട്ടെ, പിന്നെ ഇവരെല്ലാവരും സ്വന്തം ഫണ്ടിൽ നിന്നൊന്നുമല്ലോ എടുത്ത് ചെയ്യുന്നത്. എല്ലാവരും പറയുന്നത് എന്താണ്, തന്നു എന്ന് പറയുന്നത് ശശി തരൂർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാര്യവും പന്ന്യൻ രവീന്ദ്രൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാര്യമല്ലോ. എല്ലാം ടാക്സ് മണി തന്നെയാണ്. അതെങ്ങനെ വിനിയോഗിക്കുന്നുള്ള തിരുവനന്തപുരത്ത് മാത്രമല്ല, എറണാകുളത്ത് വർക്ക് കംപ്ലീറ്റ് ആവാറായി, കൊല്ലത്ത് ഏതാണ്ട് വർക്ക് പകുതിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒന്ന് യാത്ര ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ, ട്രെയിനിലൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പണി നടക്കാതെ ഏത് റെയിൽവേ സ്റ്റേഷനാണ് ഉള്ളത്? നിങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് 1 വർഷം 2 കോടി യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുമെന്ന് പറഞ്ഞു. എങ്ങനെയാണെങ്കിൽ 20 കോടി പേർക്ക് ഈ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് ഒഴിയുമ്പോൾ തൊഴിൽ കൊടുക്കണം. ഒരു ഒറ്റ തൊഴിൽ സൃഷ്ടിച്ചതായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ തന്നെ പ്രധാനമന്ത്രി നേരിട്ടും നമ്മുടെ മന്ത്രിമാരൊക്കെ നേരിട്ട് വന്നും ഇവിടെ നടത്തിയിരിക്കുന്ന നിയമന മേളകൾ ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞു തീർന്നോട്ടെ. രണ്ടാമത്തെ ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൊഴിലിനോടൊപ്പം തന്നെ തൊഴിൽ ദാതാക്കളെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന കൃത്യമായ ഒരു നയത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ UPA സർക്കാർ ഇറങ്ങി പോകുന്ന സമയത്ത് ഇന്ത്യയിൽ യൂണിക്കോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് വെറും 4ആണ്. ഇന്ന് 114ആണ്. 2025 കൂടി 200 ആകുമെന്ന് പറയുന്നുണ്ട്. ഈ ബില്യണേഴ്സ് ഉണ്ടാകുന്നത് സാധാരണക്കാരിൽ തന്നെയാണെന്ന് ഉണ്ടാകുന്നത്. ഒന്ന്, ഈ യൂണിക്കോണുകൾ വളരുന്നതിന്റെ കാരണം മോദി കാരണമല്ല. അവർ കഷ്ടപ്പെട്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ പിള്ളേർ മെനക്കെട്ട് റിസ്ക് എടുക്കുന്നതാണ്. അല്ലാതെ നിങ്ങളുടെ കാലത്ത് എന്തായാലും കഷ്ടപ്പെട്ടില്ല. നിങ്ങളുടെ കാലത്ത് ആരും കഷ്ടപ്പെട്ടില്ല. നിങ്ങളുടെ കാലത്ത് ആരും കഷ്ടപ്പെട്ടില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, നിങ്ങളുടെ കാലത്ത് ആരും കഷ്ടപ്പെട്ടില്ലേ? അല്ല, ഇന്ത്യയിൽ ആദ്യത്തെ യൂണിക്കോൺ സ്റ്റാർട്ട് ചെയ്ത യൂണിക്കോൺ നിലനിൽക്കെ ISO, നമ്മുടെ NSO, ILO ലേബർ റിപ്പോർട്ട് വന്നു. വിദ്യാഭ്യാസമുള്ള ആളുകളിലെ തൊഴിലില്ലായ്മ 65.7 ആയിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തുണ്ടായിട്ട് ഏറ്റവും കൂടുതൽ പഠിത്തമില്ലാത്ത ആൾക്കാർ, വിദ്യാഭ്യാസമുള്ള ഇവിടെ ഇരിക്കുന്ന സുഹൃത്തുക്കളിൽ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായിട്ടുള്ള 2024